ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനും ഇപ്പോൾ ഏറ്റവും നല്ല സർവീസ് തരുന്ന ആലിസ് ബ്ലൂവിൽ ഒരു ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അതിനു മുൻപ് നിങ്ങൾ നമ്മുടെ ചാനലായ ഓൾ ഫോർ ഗുഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആലിസ് ബ്ലൂവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ എത്തിച്ചേരും. നമുക്കിവിടെ ഓപ്പൺ യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ പേര്, അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി, സംസ്ഥാനം അതായത് കേരള സെലക്ട് ചെയ്യുക, മറ്റേതെങ്കിലും സംസ്ഥാനമാണെങ്കിൽ അത്, അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ഇത്രയും നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ട് മുന്നേ ഇതിന് മുകളിലുള്ള ആ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ടിക്ക് മാർക്ക് കൂടെ ഒന്ന് ടിക്ക് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതിനുശേഷം വേണം ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒരു ഇൻ്റർഫേസിലേക്ക്, അതായത് ഒരു വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. പ്രധാനമായും 7 സ്റ്റെപ്പുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. ഇതിവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തതുകൊണ്ട്. ഇവിടെ നമുക്ക് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് അയക്കും. അതായത് നമുക്കവിടെ കാണാം നമ്മുടെ ഇമെയിൽ ഐ ഡി. അതിനുശേഷം നമുക്ക് ആ ഇമെയിൽ ചെക്ക് ചെയ്ത് അതിൽ നിന്നും ഒരു OTP വരും. ആ OTP ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് OTP വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മെയിൽ ചെക്ക് ചെയ്യാം. മെയിലിൽ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു വൺ ടൈം പാസ്വേഡ് വന്നിട്ടുണ്ട്. ആ പാസ്വേഡ് നമ്മളിവിടെ കോപ്പി ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മറക്കാതെ ഓർമ്മിച്ച് എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അതിനെ കൊണ്ടുപോയി നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ക്രോമിലാണോ ഏതെങ്കിലും വെബ് ബ്രൗസർ ആയിരിക്കും, നമുക്ക് വീണ്ടും അവിടെ വരാം. അവിടെ നമുക്ക് ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വലത് സൈഡുള്ള ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. നമ്മുടെ പാൻ കാർഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയുള്ള ലൈനിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് പാൻ കാർഡിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിലെല്ലാം ഉള്ള കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു സ്റ്റെപ്പിലേക്ക് എത്തും. നമുക്കവിടെ ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, കമ്മോഡിറ്റി, ഇത്തരത്തിൽ നമുക്ക് ഇതിൽ ആലിസ് ബ്ലൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇവരുടെ പ്രോഡക്റ്റാണ്. ഉപയോഗിക്കുന്നതിന് നമുക്ക് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, കമ്മോഡിറ്റി എന്ന് പറയുന്നതിൽ ടിക്ക് മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയി വരും. അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെയുള്ള ഗ്രീൻ ബട്ടണായ പേ നൗ കൊടുക്കണം. അതായത് നമുക്ക് ഇത്രയും ഉപയോഗിക്കുന്നതിന് നമ്മൾ അഡ്മിഷൻ ഫീ ആയിട്ട് നമുക്ക് 500 രൂപ, ഒരു 500 രൂപ നമ്മൾ പേ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പേ നൗ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടണ് തൊട്ട് താഴെയായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ പേയ്മെൻറ്റ് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ എത്രയാണ്. അതായത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ ആണ് 500 രൂപ. നമ്മളിൽ നിന്നും അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമുക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അതായത് നമുക്ക് നെറ്റ് ബാങ്കിങ്, UPI ട്രാൻസാക്ഷൻ, അതായത് യൂസ് ചെയ്യും നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നമുക്ക് ഈ 500 രൂപ പേ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ്, ഇവിടെ എല്ലാ സംവിധാനവും ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് വാലറ്റിൽ നിന്ന് ഉപയോഗിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് SBI ആണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം പേ ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. UPI വഴിയും ഏത് രീതിയിലും നമുക്കിതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നെറ്റ് ബാങ്കിങ്, ഞാനിവിടെ നെറ്റ് ബാങ്കിങ് വഴി ചെയ്യുന്നു. SBI നെറ്റ് ബാങ്കിങ്ങിലേക്ക് പോകുന്നു. ഇവിടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് നെറ്റ് ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഇവിടെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്നും ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഇവിടെ സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതായത് നമുക്കവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും.
അത് കഴിയുമ്പോൾ ആലീസ് പൂവിൻ്റെ വീണ്ടും നമ്മുടെ നേരത്തെയുള്ള സൈറ്റിലേക്ക് എത്തുന്നതായിരിക്കും റീഡയറക്റ്റ് ചെയ്ത്. ഇവിടെ നമുക്ക് പെർമനൻറ്റ് അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഏറ്റവും താഴെയായിട്ട് 3 ഗ്രീൻ ബട്ടൺ കാണാം. 1 2 3 ഇവിടെ 7 വരെ ഉണ്ട്. ഇത്രയും സ്റ്റെപ്പാണ് നമുക്ക് ഫില്ല് ചെയ്ത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, അത് പെർമനൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പേര്, അഡ്രസ്സ്, അതിനുശേഷം നമുക്ക് നമ്മുടെ പിൻകോഡ്, നമ്മുടെ ഡിസ്ട്രിക്റ്റ്, അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ്, ഇത്രയും നമ്മൾ ക്ലിയറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക അഡ്രസ്സ്. അതിനുശേഷം നമുക്ക് കാണാം നമ്മുടെ അക്കൗണ്ട് ടൈപ്പ്. അവിടെ നമ്മുടെ സേവിങ് അക്കൗണ്ടാണോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ IFSC കോഡ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള കൺഫേം എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ, അല്ലെങ്കിൽ ഇവിടെ 4 എന്ന് പറയുന്ന ആ സ്റ്റെപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. അടുത്ത 4ാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. ഇവിടെ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, പ്രൊവനൻസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അവിടെ ആദ്യം നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ എടുക്കാം. അതായത് നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം, അതായത് 2ാമത്തെ വരുമാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ജെൻഡർ, അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതിനുശേഷം നമ്മുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, അതായത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, അതിനുശേഷം നമ്മുടെ ഫാദറിനെയും മദറിനെയും തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം. ഇതിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം നമ്മുടെ ഒക്യുപ്പേഷൻ, നമ്മുടെ ജോലി, അതിനുശേഷം നമുക്ക് വാർഷിക വരുമാനം നമുക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ ഒരു എബോവ് നമുക്ക് ഒരു ആവറേജ് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നെറ്റ് വർത്ത്, അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വരുന്ന ഏതാണ്ട് ഒരു എമൗണ്ട്, അതിനുശേഷം നമ്മുടെ ട്രേഡിങ്ങിലുള്ള പരിചയം, നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ എക്സ്പീരിയൻസ് 1 ഇയർ 2 ഇയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു അക്കൗണ്ട് ട്രേഡിംഗ് തുടങ്ങുന്നതെങ്കിൽ നോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ തുടക്കക്കാരാണെങ്കിൽ. അതിനുശേഷം ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധം ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിദേശത്ത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ പേയിങ് ടാക്സസ് കൊടുക്കുന്നുണ്ടോ എന്നാണ്, അത് നമുക്ക് നോ കൊടുക്കാം. അതിനുശേഷം നമുക്ക് 3ാമത്തെ ഓപ്ഷനായ പ്രിഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് തൊട്ട് മുമ്പേ 2 നമ്മൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷമാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത്. പ്രിഫറൻസ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാം നോമിനി ഡീറ്റെയിൽസ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രിഫറൻസ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അതായത് 5ാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിന് ചെയ്യേണ്ടത് നമ്മളൊരു പേപ്പറിൽ നമ്മുടെ സിഗ്നേച്ചർ, അതായത് നമ്മളൊരു സൈൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 MB സൈസിൽ താഴെയായിരിക്കണം വരേണ്ടത്. ആ രീതിയിൽ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം 2 MB താഴെയാണോ എന്ന്. അത്തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമ്മളതിനെ 2 MB ആക്കുക. അതിനുശേഷം നമുക്ക് അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് അപ്ലോഡ് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ഇൻകം പ്രൂഫാണ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കിൻ്റെ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. നേരത്തെ യോനോ ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതെങ്ങനെയെന്ന് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിനുശേഷം അത് നോക്കിയിട്ട് നമ്മൾ PDF ആക്കി അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 5 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആവും. അടുത്ത് 6ാമത്തെ സ്റ്റെപ്പിലേക്ക്, 6ാമത്തെ പേജിലേക്ക് നമുക്ക് പോകാം. നമുക്ക് കാണാൻ കഴിയുന്നത് ആലീസ് ബ്ലൂ ബ്രോക്കറേജിൻ്റെ പ്ലാനാണ്. നമുക്കിവിടെ ഡിമാറ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഡിമാറ്റ് പ്രൊഫൈൽ നമുക്ക് കാണാം. ഡിമാറ്റ് പ്രിഫറൻസ് എസ് നോ, നമുക്കത് നോ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഇൻട്രാഡേ ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളൊന്നും നടക്കില്ല. എസ് കൊടുക്കുക. അതിനുശേഷം ഡിമാറ്റ് പ്രൊഫൈൽ എന്നുള്ളതിൽ BSDA, നോ BSDA, നോട്ട് ഓപ്റ്റഡ്, അതിന് നമുക്ക് BSDA കൊടുക്കാം. തുടക്കക്കാരാണെങ്കിൽ മാത്രമാണ് ഈ BSDA കൊടുക്കേണ്ടത്. നമ്മൾ റെഗുലറായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2ാമത്തെ 3ാമത്തെ ഒക്കെ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് ട്രേഡ് പ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 10 ടൈം എക്സ്പോഷർ വരുന്നുണ്ട്. അത്
അതിൻ്റെ പ്ലാൻ നമുക്ക് സെലക്ട് ചെയ്യാനാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 6 പേജ് നമ്മൾ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നമുക്ക് ആലിസ് ബ്ലൂമായിട്ടുള്ള എഗ്രിമെൻറ്റുകളെല്ലാം സൈൻ ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വെറും ഒരു മൊബൈലിലാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൈൻ ചെയ്യുന്നത് നമ്മൾ പേപ്പേഴ്സിലല്ല സൈൻ ചെയ്യുന്നത്, നമ്മളിവിടെ ഡിജിറ്റൽ സൈനാണ്, അതായത് ഈ സൈനാണ്. ഇതിന് നമുക്ക് ഡിഗോ അല്ലെങ്കിൽ CDSL എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഗോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡിഗോ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ വെരിഫിക്കേഷനാണ്. അതായത് ആധാർ ഉപയോഗിച്ച് നമുക്ക് ഡിജിറ്റലായിട്ട് സിഗ്നേച്ചർ ചെയ്യാൻ സാധിക്കും. നമുക്കവിടെ ഈ സൈൻ യുവർ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡിഗോയുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമുക്ക് പോകേണ്ടി വരുന്നത്. ഇവിടെ നമ്മുടെ മെയിൽ ID നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ഡിഗോ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നേരത്തെ സൈനപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്. ഇവിടെ ഒരു വൺ ടൈം പാസ്വേഡ് വരും. നമുക്ക് മെയിൽ വഴിയായിരിക്കും അത് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഡിഗോയിൽ നിന്നും ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. മെയിൽ ID യിൽ വന്ന വൺ ടൈം പാസ്വേഡ് നമ്മൾ ഇവിടെ നമ്മുടെ ആലിസ് ബ്ലൂവിൻ്റെ ഈ സൈറ്റിൽ നേരെ വന്ന് വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് PDF ആയിട്ട് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. നമുക്കവിടെ സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാം, നമുക്ക് വായിച്ച് നോക്കാം. ആലിസ് ബ്ലൂവുമായിട്ട് നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ബ്രോക്കറേജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇത് നമ്മൾ മെയിലിൽ അവർ അയച്ചു തരുന്നതായിരിക്കും. ഇതിലാണ് നമ്മൾ ലാസ്റ്റ് സൈൻ ചെയ്യുന്നത്. ഇവിടെ താഴെ സൈൻ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ബ്ലൂ ബട്ടണിൽ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് സൈൻ ആവുന്നതാണ്. നൗ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. ഇവിടെ നമുക്ക് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മുകളിൽ ഒരു ഐ ഹാഡ് അനദർ NSD എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ID, നമ്മുടെ ആധാറിൻ്റെ നമ്പർ, മുൻവശത്തുള്ള നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സൈൻ യുവർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഈ സൈൻ യുവർ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ പാസ്വേഡ് ഇവിടെ വന്നിട്ടുണ്ട്, അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഈ സൈൻ സക്സസ്ഫുള്ളി ആയി, നമ്മൾ സൈൻ ചെയ്തു, എല്ലാ അഗ്രിമെൻറ്റും സൈൻ ചെയ്ത് സക്സസ്ഫുള്ളി ആയെന്ന് കാണാം. നമുക്കവിടെ കാണാം നമ്മൾ പാൻ നമ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്രസ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് വെരിഫിക്കേഷൻ സബ്മിറ്റഡ്, പ്രൊഫൈൽ സബ്മിറ്റഡ്, ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ്, IPV വെരിഫൈഡ്, അതായത് നമ്മുടെ ആധാർ, പ്രോഡക്റ്റ് സബ്മിറ്റഡ്, ഡിജി സൈൻ, അതായത് നമ്മൾ എഗ്രിമെൻ്റ് എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്തു. ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് നമുക്കിവിടെ കാണാം. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ഫ്രം ഫോം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മെയിൽ ഇതെല്ലാം വന്നിട്ടുണ്ടാവും സക്സസ്ഫുള്ളി ആയിട്ട്. അതിനുശേഷം നമ്മൾ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് യൂസർ ID-യും പാസ്വേഡും ലഭിക്കുന്നതിന്. അതുവരെ നമുക്ക് ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ വെരിഫൈ ചെയ്തു എന്നുള്ള മെസ്സേജുകൾ നമുക്ക് ഇമെയിൽ വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം 48 മണിക്കൂർ ഏതാണ്ടാകുമ്പോൾ, എനിക്ക് 48 മണിക്കൂർ ഏതാണ്ടായപ്പോഴേക്കും യൂസർ ID പാസ്വേഡും അതായത് ടെമ്പററി പാസ്വേഡ് ഇവർ അയച്ചു തന്നു. നമുക്കതിലേക്ക് നോക്കാം. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ജസ്റ്റ് മെയിൽ ഓപ്പൺ ചെയ്തു. 48 മണിക്കൂറിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ വളരെ ക്ലിയറായിട്ട് നോക്കുക, എന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആലിസ് ബ്ലൂവിൽ നിന്നും ഒരു യൂസർ ID എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം, അതൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ യൂസർ ID, നമുക്ക് പാസ്വേഡ്, ട്രാൻസാക്ഷൻ പാസ്വേഡ്, ഇത്രയും വളരെ ക്ലിയറായിട്ട് അവർ അയച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ആലിസ് ബ്ലൂവിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതുപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യാം, ഞാനത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും നമ്മൾ എവിടെയെങ്കിലും എഴുതുക, അല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താലും മതിയാവും. അതിനുശേഷം നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് വരിക, അല്ലെങ്കിൽ നമുക്ക്
നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് ആൻഡ് എന്ന് പറഞ്ഞ് ഒരു ആലിസ് ബ്ലൂവിൻ്റെ ഒരു പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ആദ്യം കാണിക്കുന്നത് നമുക്ക് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോമിൽ ആലിസ് ബ്ലൂ എന്ന് പറഞ്ഞ് ലോഗിൻ എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആലിസ് ബ്ലൂ ഫസ്റ്റ് തന്നെ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആലിസ് ബ്ലൂവിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്കവിടെ കാണാൻ സാധിക്കും. അതായത് ആപ്ലിക്കേഷൻസുകൾ, അതിൻ്റെ ഡീറ്റെയിൽസുകൾ, സർട്ടിഫിക്കറ്റ്സുകൾ എല്ലാം തന്നെ കാണാം. അപ്പോൾ കമ്പ്യൂട്ടറിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആൻഡ് വെബ് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫോണിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആപ്ലിക്കേഷൻ ആൻഡ് വെബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമുക്ക് അല്ലാതെ ഉപയോഗിക്കുന്നതിന് കണ്ടിന്യൂ ടു ദ സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആപ്ലിക്കേഷനിൽ വരുന്ന അതേ രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ ക്ലയൻറ്റ് ഐ ഡി എന്ന് പറയുന്നിടത്ത് നമ്മൾക്ക് മെയിലിൽ വന്ന നമ്മളുടെ യൂസർ ഐ ഡി നമ്മളോട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡ്, ഇവർ തന്നിട്ടുള്ള പാസ്വേഡ് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കവിടെ സെക്യൂർഡ് സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 5 ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ പാസ്വേഡ് മറന്നുപോയ അല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് കുറച്ച് കൺഫേം ചെയ്യാനുണ്ട് നമ്മുടെ ഡീറ്റെയിലുകൾ വെച്ചിട്ട്. അതായത് ഒരു 5 ഹിൻഡ് ക്വസ്റ്റ്യൻസ്, അതായത് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിന് ആൻസർ നമ്മൾ കൊടുക്കുക. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഷൂ സൈസ് എത്രയാണ്, അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് താരം അല്ലെങ്കിൽ ഹോബി അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ പേര്, ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കുള്ളൂ. അത് ഏതെങ്കിലും ഒരു 5 എണ്ണം സെലക്ട് ചെയ്യുക, അതിന് ആൻസർ കൊടുക്കുക. ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കാണിക്കും. വീണ്ടും നമുക്ക് നമ്മുടെ മെയിലിൽ വന്ന യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് സെക്യൂർ സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ നമ്മൾ തിരഞ്ഞെടുത്ത 5 ക്വസ്റ്റ്യനിൽ നിന്നും 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ വളരെ കൃത്യമായി കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മെയിലിൽ വന്ന പാസ്വേഡ് നമ്മൾ റീസെറ്റ് ചെയ്യണം. അതായത് നമുക്ക് മെയിൽ അയച്ചു തന്ന പാസ്വേഡ് മാറ്റി നമ്മൾ പുതിയൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യണം. അതോടെ നമ്മുടെ ഇമെയിൽ വന്ന പാസ്വേഡിൻ്റെ എക്സ്പയറി ആവും. അതായത് നമുക്ക് ഓൾഡ് ലോഗിൻ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ന്യൂ ലോഗിൻ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. മിനിമം 8 ക്യാരക്ടർ ഉണ്ടാവണം. അതിൽ അക്കങ്ങളും അക്ഷരങ്ങളും സിമ്പിൾസും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്തരത്തിലൊരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. കോളത്തിലും കൺഫേം എന്ന് പറഞ്ഞ് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന റെഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പുതിയ പാസ്വേഡ് നമ്മൾ റീസെറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ യൂസർ ഐ ഡിയും പുതിയ പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നമ്മുടെ യൂസർ ഐ ഡി ന്യൂ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള സെക്യൂർഡ് സൈനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇനി ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിന് മുന്നേ നമ്മൾ പുതിയ പാസ്വേഡ് തെറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 2 ഹിൻഡ് ക്വസ്റ്റ്യൻ, അതായത് 5 എണ്ണത്തിൽ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ലോഗിൻ ആവും. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. കാരണം ആലിസ് ബ്ലൂവിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ്, ഇതിൻ്റെ ട്രേഡ്, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ്, അതായത് നമുക്ക് ട്രേഡ് ചെയ്യുന്ന എൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആൻഡ് വെബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ നമുക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ലെങ്ത് അധികം നീളുന്നു. എങ്ങനെയാണ് ആലിസ് ബ്ലൂവിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.